മക്കളെ NUS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് 25 ചാപ്റ്റർ 25ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്, ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് MCQ ക്വസ്റ്റ്യന് 2 പറയാം. റൈറ്റ് അബൌട്ട് 2 മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ ഏതെല്ലാം എന്നതാണ്. ടീച്ചർ അത് ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, അപ്പോൾ മക്കൾ അതൊന്ന് നോട്ട് ചെയ്തിടുക. മനുഷ്യരായി ജനിച്ചു കൊണ്ട് മാത്രം മനുഷ്യാവകാശം അനുവർത്തിച്ച് ലഭിക്കുന്നു. മനുഷ്യാവകാശം സാർവത്രികമാണ്. അപ്പോൾ സാർവത്രികമായി കാണപ്പെടുന്ന 2 അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം മനുഷ്യാവകാശങ്ങൾ എന്നാൽ മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മനുഷ്യാവകാശങ്ങൾ എന്നതിന് പകരം എന്താണ് രേഖപ്പെടുത്തിയത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നാണ്. അപ്പം മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 6 മൗലിക അവകാശങ്ങളെ വിശദമായിട്ട് പ്രതിപാദിച്ചതാണ് അല്ലേ. അപ്പോൾ ഇനിയെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? അപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ വിവിധ ഇനങ്ങൾ ഏതെല്ലാം? അപ്പോൾ 1 ശ്രേഷ്ഠമായ അവകാശം, 2 മൗലികവും അടിസ്ഥാനപരവുമായ അവകാശം, 3 ക്രോഡീകരിച്ചതും വ്യക്തിഗതവുമായ അവകാശം, 4 പരമ്പരാഗത അവകാശം. അപ്പോൾ 4 അവകാശങ്ങളാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? മനുഷ്യാവകാശങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് when was the Universal Declaration of Human Rights taken place? എന്താണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം? അപ്പോൾ എന്നാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ 1948. അപ്പം നിങ്ങളുടെ MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് കേട്ടോ. 1948 ഡിസംബർ 18 ഐക്യരാഷ്ട്ര സംഘടന വ്യാഖ്യാതമായ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചു. അപ്പോൾ ഈ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രകാരം ജാതി, മതം, വംശം, ഭാഷ, പൗരത്വം, സംസ്കാരം, കുടുംബം, സ്ത്രീ പുരുഷ ഭേദം കൂടാതെ മനുഷ്യോചിതമായ ജീവിതം നയിക്കുവാനുള്ള ജനസിദ്ധമായ അവകാശം എന്നിവ ലോക ജനതയ്ക്ക് ഉറപ്പ് നൽകുന്നു എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇനി 3ാമത്തെ ക്വസ്റ്റ്യന് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? അപ്പം മക്കളെ ഇത് നമുക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ടാണ് വരുന്നത് ഈ ചാപ്റ്ററിൽ കേട്ടോ. അപ്പോൾ വേഗം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ 1 അവകാശങ്ങളെ വിവിധ തലത്തിൽ നടപ്പാക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനും ഉദ്യോഗസ്ഥ വൃന്ദത്തിനുമാണ് അല്ലേ. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ നടപ്പാക്കേണ്ട ചുമതല ഒരു രാജ്യത്ത് ആർക്കാണുള്ളത്? ഗവൺമെൻറ്റിനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാഷ്ട്രത്തിനും സർക്കാരിനും മീതെ മനുഷ്യാവകാശങ്ങൾ നടപ്പാക്കുന്നത് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും പ്രകാരം ഓരോ രാഷ്ട്രവും എന്ത് ചെയ്യണം? അവരുടെ പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്. 2 മനുഷ്യാവകാശ സാർവത്രികമാണ് അല്ലേ. ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം ബാധകമായതാണ്. മനുഷ്യാവകാശങ്ങൾ വ്യാപകമായ ധാർമ്മിക അവകാശങ്ങളാണ്. അവ എന്തവകാശം എന്നാണ് അറിയപ്പെട്ടത്? ജന്മാവകാശം അല്ലെങ്കിൽ ബർത്ത് റൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധ്യമല്ല. അവകാശങ്ങൾ ഗോത്രം, വർഗം, ജാതി, ധർമ്മം, മതം, ഭാഷ, സമ്പത്ത്, ദേശീയത എന്നിവ കണക്കിലെടുക്കാതെ എല്ലാവർക്കും ലഭ്യമാണ്. ലോകത്തെവിടെയും താമസിക്കുന്ന ജനങ്ങൾ അവർ ഏതു രാജ്യത്തെ പൗരനെന്നോ ഏതു മതമെന്നോ ജാതിയെന്നോ വർഗമെന്നോ ഭേദമില്ലാതെ മനുഷ്യാവകാശങ്ങൾ അവർക്ക് അനുവദിക്കുന്നു. അപ്പോൾ ജാതിയോ മതമോ പൗരത്വമോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ലഭ്യമാകുന്ന അവകാശമായിട്ടാണ് ഏതിനെ കണക്കാക്കിയത്? മനുഷ്യാവകാശത്തെ കണക്കാക്കിയത്. ഇനി 3ാമത്തെ പോയിന്റ് പറയുന്നത് നിങ്ങൾ ആ പോയിന്റെങ്കിലും മാർക്ക് ചെയ്തിടണം കേട്ടോ. മനുഷ്യാവകാശങ്ങൾ എല്ലാ ജനങ്ങളെയും ഒന്ന് നോട്ട് ചെയ്തിടുക. ഭാഗം ഇവരുടെ പോയിന്റ്സ് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. അപ്പോൾ ജനങ്ങളെയും തുല്യരായി കണക്കാക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർ എല്ലാവരും സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ള അവകാശമുള്ളവരാണെന്ന് മനുഷ്യാവകാശം പ്രഖ്യാപിക്കുന്നു. അതിനാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ സമൂഹത്തിൽ തുല്യരായി ജീവിക്കാൻ മനുഷ്യാവകാശം അനുവാദം നൽകുന്നു.
ഇനി 4ാമത്തെ പോയിന്റ്, വ്യക്തികളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തി ഉണ്ടായവയാണ് മനുഷ്യാവകാശങ്ങൾ. വ്യക്തികളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തി ഉണ്ടായവയാണ് മനുഷ്യാവകാശങ്ങൾ. അതിനാൽ മുഴുവൻ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ ഗവൺമെൻറ് ഒരു സമൂഹം ഒരുക്കണം. ഇനി 5ാമത്തെ പോയിന്റ് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ മാനവരാശിയുടെ മൗലിക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജീവിക്കാനുള്ള അവകാശം, അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ചൂഷണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ മനുഷ്യാവകാശങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും പൂർണ്ണ ശ്രേഷ്ഠതയോടും കൂടി ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യം, ദേശം എന്നിവ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശത്തെയാണ് മനുഷ്യാവകാശം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അഥവാ നമ്മുടെ രാജ്യത്ത് മൗലികാവകാശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ആകമാനം ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന കമ്മീഷനുകളും പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു. അപ്പോൾ മക്കളെ, നിങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്തിടുക. 1993 ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണം നിലവിൽ വന്നത്. ഈ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപീകൃതമായി? മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെ നോക്കാം. 1, വഞ്ചിതനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നൽകിയിട്ടുള്ള പരാതി പ്രകാരം അന്വേഷിക്കുക. 2, മനുഷ്യാവകാശ ലംഘനത്തെ സംബന്ധിച്ച് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിലെ നടപടികൾ ആ കോടതിയുടെ അനുവാദപ്രകാരം ഇടപെടുക. 3, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പിൻ പ്രകാരം ഏതെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനമോ സന്ദർശിക്കുകയോ അവിടുത്തെ അധോവാസികളുടെ ജീവിത സ്ഥിരതയെക്കുറിച്ച് പഠിക്കുകയോ അതുവഴി ശുപാർശകൾ നടത്തുകയും ചെയ്യുക. 6, മനുഷ്യാവകാശങ്ങൾ അനുഭവിക്കുന്നതിൽ തടസ്സം നിൽക്കുന്ന ഭീകരവാദം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ പുനഃപരിശോധിക്കുകയും അതിനുവേണ്ട ഉചിതമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. 7, മനുഷ്യാവകാശങ്ങളുടെ രംഗത്തെ ഗവേഷണം ഏറ്റെടുക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 8, സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ മനുഷ്യാവകാശ സാക്ഷരത വ്യാപിക്കുക. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് ആരുടെ ചുമതലയായിട്ടുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയായിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഡിസ്ക്രൈബ് ഹ്യൂമൻ റൈറ്റ്സ് റെഫേർഡ് ഇൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെയാണ് റെഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ. അപ്പം നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾ എന്നാൽ മൗലിക അവകാശങ്ങളാണ് അല്ലേ. 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും നൽകുന്നത്. ഇതിനെയാണ് നമ്മൾ ഏത് രൂപത്തിൽ പറയപ്പെടുന്നത്? മനുഷ്യാവകാശങ്ങൾ എന്ന പേരിൽ പറയപ്പെടുന്നത്. അങ്ങനെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, കോടതി മുഖേനയുള്ള നീതി നിർവഹണം മുതലായവ മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ 3-ാം ഭാഗത്തിൽ 24 വകുപ്പുകളിലായിട്ടാണ് ചില അവകാശങ്ങൾ പൗരന്മാർക്കായി അനുവദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 24 വകുപ്പുകളിലായിട്ട് ഓരോ ഇന്ത്യൻ പൗരനുമുള്ള മൗലിക അവകാശത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. 6 മൗലിക അവകാശങ്ങളാണ് എവിടെ ഉള്ളത്? നമ്മുടെ രാജ്യത്തെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പരാമർശിക്കുന്ന മൗലിക അവകാശങ്ങളിലെ 22-ാം വകുപ്പ് ഏറെ പ്രാധാന്യം നൽകുന്നു. മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് നമുക്ക് ആരെ സമീപിക്കാം? ഹൈക്കോടതിയോ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാവുന്നതാണ്. ഇതിനു വേണ്ടി കോടതികൾ എന്ത് ചെയ്യും? പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയോ, ഇതാണ് റിട്ടുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ടീച്ചർ സുപ്രീം കോടതിയുടെ പവേഴ്സ് ഫങ്ഷൻസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടുകൾ 5 റിട്ടുകൾ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സോർഷ്യൂറ്റി, വാറണ്ടോ, പ്രൊഹിബിഷൻ. ഈ റിട്ടുകളാണ് ഇതിനു വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്നത്. മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്നത്. അപ്പം നമ്മുടെ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യനോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. മൗലികാവകാശങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് ഇന്ത്യ ഫോറിൻ പോളിസി ആ ചാപ്റ്ററാണ്. അതുമായിട്ട്
നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ്.